गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 മെയ് 4 മുതൽ 10 വരെ, അതായത് 1200 ആണ്ട് മലയാള വർഷം മേടമാസം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ധനസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശുക്രനും രവിയും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കോപാധിക്യവും ദേഹപീഡയും ഉണ്ടാകും. ധനപരമായി നല്ല കാലമാണ്. സ്ഥാനഭ്രംശത്തിനും ഉദരരോഗത്തിനും സാധ്യത കാണുന്നു. ഭയം, സഞ്ചാര തടസ്സം, മൃഷ്ടാന്നലാഭം എന്നിവയുണ്ടാകും. ശത്രുഭയവും പാപപ്രവൃത്തികളിൽ താൽപ്പര്യവും വർദ്ധിക്കും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമനത്തിന് സാധ്യത. കാര്യതടസ്സവും മനോദുഃഖവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ബുധനും വ്യയസ്ഥാനത്ത് രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. അർത്ഥനാശത്തിനും കലഹത്തിനും സാധ്യത. കാര്യവിജയവും ശത്രുനാശവും ഉണ്ടാകും. നിർഭയത്വവും ബന്ധുസമാഗമവും സന്തോഷവും പ്രതീക്ഷിക്കാം. പല വിധത്തിലുള്ള സൗഖ്യവും കീർത്തിയും ഉണ്ടാകും. കുടുംബസൗഖ്യം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. നയനരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി മഹാവിഷ്ണു പ്രീതിയും നടത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാന പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശുക്രനും ശനിയും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ ബുധനും ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ മെച്ചമുണ്ടാകും. കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കർമ്മഗുണം കുറയും. കഫവാത സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. ശരീരസുഖം കുറയും. ദാമ്പത്യ സൗഖ്യം അനുഭവഗുണവും ഉണ്ടാകും. അനുകൂലമായ സ്ഥാനമാനങ്ങൾക്ക് സാധ്യത. യാത്രാക്ലേശത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ശനിയും ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി ബുധനും കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. രക്തജന്യമായ രോഗങ്ങൾക്ക് സാധ്യത. ഭാഗ്യതടസ്സം ഉണ്ടാകും. സന്താന ഗുണം കുറയും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. പിതൃതുല്യരായവർക്ക് അരിഷ്ടതയ്ക്ക് യോഗം കാണുന്നു. കർമ്മഗുണം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ധനവരവ് മെച്ചപ്പെടും. ഇവരിൽ ചിലർക്ക് ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശുക്രനും ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദുർവ്യയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. സന്താനലാഭം, ധനപുഷ്ടി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനവർദ്ധനവും കളത്രസുഖവും ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. കർമ്മഗുണം കുറയും. മനസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രനും ശനിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അവിചാരിതമായ തടസ്സങ്ങൾ വന്നുചേരാം. മതിയായ യാത്രാരേഖകൾ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് കലഹങ്ങൾക്ക് സാധ്യത.
കീഴുദ്യോഗസ്ഥർ മേധാവിയുടെ ആജ്ഞകൾ ലംഘിച്ചേക്കാം. സ്വജനവിരോധമുണ്ടാകാം. ധനപരമായി മോശം വരില്ല. കളത്രസുഖം കുറയും. സ്ത്രീകൾ നിമിത്തം ദുഃഖങ്ങൾക്ക് സാധ്യത. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ ലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. കന്നിക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷം വളരെ നല്ല കാലമായിരുന്നു. പക്ഷേ മെയ് മാസം അവസാനം മുതൽ ബുദ്ധിമുട്ടേറിയ കാലം തുടങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനുമായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശുക്രനും ശനിയും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധനും, കളത്രസ്ഥാനത്ത് രവിയും, അഷ്ടമത്തിൽ വ്യാഴവും, കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ഒറ്റപ്പെടുത്തലുകളും മനോവിഷമങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ശത്രുനാശം ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കും. മനപ്രയാസവും യാത്രാക്ലേശവും ഉണ്ടാകും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. വയറിന് അസുഖങ്ങളുണ്ടാകും. ദുഷ്ടപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. കർമ്മതടസ്സമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശുക്രനും ശനിയും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധനും, ശത്രുസ്ഥാനത്ത് രവിയും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ജപധ്യാനാദികൾക്ക് മുടക്കം സംഭവിക്കാം. കലഹപ്രവണത ഉടലെടുക്കും. സന്താനലാഭം ഉണ്ടാകും. ഗുരുജനപ്രാപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസുഖം കുറയും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകും. ശരീരസുഖം കുറയും. കാര്യതടസ്സങ്ങൾക്ക് സാധ്യത. രോഗം ശമിക്കും. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രനും ശനിയും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധനും, പുത്രസ്ഥാനത്ത് രവിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയും. വ്രണാദി രോഗങ്ങളും ശത്രുശല്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനലാഭവും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും, സുഖസ്ഥാനത്ത് ആദിത്യനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഐശ്വര്യവും ആജ്ഞാശക്തിയും ധനലാഭവും ഉണ്ടാകും. ആരോഗ്യവർദ്ധനവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. കാര്യതടസ്സം, കുടുംബസുഖം, സജ്ജന സംസർഗം എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഭദ്രകാളിപ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും ശനിയും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് സൂര്യനും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി മോശം വരികയില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ സാധിക്കും. അനുഭവഗുണം വർദ്ധിക്കും. നയനരോഗങ്ങൾക്ക് സാധ്യത. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. സന്തോഷമുണ്ടാകും. ഒട്ടുമിക്ക കാര്യങ്ങളും വിചാരിച്ച പോലെ തന്നെ നടക്കും. ബന്ധുക്കൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ശനിയും, ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് സൂര്യനും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. അശനശയനസുഖവും കളത്രസൗഖ്യവും ഉണ്ടാകും. ദേഹസുഖം കുറയും. ധനനാശം ഉണ്ടാകും. മനപ്രയാസം വർദ്ധിക്കും. വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടജനങ്ങളുമായ വേർപാടുണ്ടാകും. പുത്രദുഃഖവും കലഹവും ഉണ്ടാകും.
ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.